നാടിൻ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളെ തെമ്മാടികൾ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കപ്പുറത്ത്. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിലെ കാലതാമസത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. പ്രവൃത്തിയിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന ആര്യാടൻ ഷൗക്കത്ത് പ്രക്ഷോഭം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉന്നയിച്ചു. 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തി 4 മാസം കഴിഞ്ഞിട്ടും തുടങ്ങിയിടത്തുനിന്നും 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. റോഡിൽ വലിയ കുഴിയെടുത്ത് മാസങ്ങളായി ഗതാഗത സ്തംഭനം ഉണ്ടായിരിക്കുകയാണ്. നിലമ്പൂർ പൂക്കോടുംപാടം കാളികാവ് ഭാഗം വഴി പോകുന്ന പെരുമ്പിലാവ് തൃശൂർ പാതയാണ് അധികൃതരുടെയും കരാറുകാരന്റെയും അനാസ്ഥ കാരണം നാട്ടുകാരുടെ യാത്രാ സൗകര്യം ഇല്ലാതാക്കിയത്. കഴിഞ്ഞ ഏപ്രിൽ 27-ന് റോഡ് പൊളിച്ച് വലിയ കുഴിയെടുത്ത് ഇതിന്റെ മണ്ണ് ഈ കരാറുകാരൻ റെയിൽവേയുടെ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ കട്ട പതിക്കുന്ന പണി പൂർത്തിയാക്കി 70 ലക്ഷമാണ് പാസാക്കി വാങ്ങിയിട്ടുള്ളത്. ഇതിൽ വലിയ അഴിമതിയുണ്ട്. കെറെയിലിനാണ് കരാർ നൽകിയത്. അവർ മറ്റൊരു കമ്പനിക്ക് സബ് കരാർ നൽകിയിരിക്കുകയാണ്. അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരനെ റോഡ് കുഴിച്ച് മണ്ണ് നൽകി സഹായിച്ച് ബില്ല് മാറ്റിയതിൽ വൻ ക്രമക്കേടും അഴിമതിയുമുണ്ട്. ഇത് വിജിലൻസ് അന്വേഷിക്കണം. റെയിൽവേ വകുപ്പിനെയും വാട്ടർ അതോറിറ്റി, KSEB, പൊതുമരാമത്ത് വകുപ്പുകളുടെ സംയുക്ത യോഗം വിളിച്ച് വിഷയം അടിയന്തരമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നിലമ്പൂർ MLA സമ്പൂർണ്ണ പരാജയമായി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. പണി എന്ന് പുനരാരംഭിക്കുമെന്ന് റെയിൽവേ അധികൃതർക്ക് കൃത്യമായ മറുപടിയില്ല. MLA മൗനം വെടിഞ്ഞ് വകുപ്പുകളെ സംയോജിപ്പിച്ച് അടിയന്തര യോഗം വിളിക്കുവാൻ തയ്യാറാവണം. ഈ പ്രധാന റോഡ് കുഴിച്ച് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്ന കാര്യം നഗരസഭയെ നേരത്തെ റെയിൽവേ അറിയിച്ചിട്ടും നാട്ടുകാരുടെ സഞ്ചാരം മുടക്കാതെ ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിൽ നിലമ്പൂർ നഗരസഭയും പരാജയപ്പെട്ടു. വല്ലപ്പുഴയിൽ നിന്നും പയ്യമ്പള്ളി ഈയമ്മട റോഡിലൂടെ ഡിപ്പോ ഭാഗത്ത് വന്നിറങ്ങുന്ന നഗരസഭയുടെ റോഡ് മഴ പെയ്താൽ പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ്. നഗരസഭാ പ്രശ്നം തീരും വരെ താൽക്കാലിക വൺ വേ സംവിധാനം ഒരുക്കണം. നിലമ്പൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിനെതിരെയും എല്ലാവരും സ്ഥലം വിട്ടു നൽകുവാൻ തയ്യാറായപ്പോഴും ടൗണിലെ 2 കെട്ടിടങ്ങൾക്ക് മാത്രം ഇളവ് നൽകി അവരുടെ ഷട്ടറിനുള്ളിലൂടെ ഡ്രൈനേജ് നിർമ്മിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പോലീസ് സ്റ്റേഷന്റെയും ഫോറസ്റ്റ് ഓഫീസിന്റെയും മതിലുകൾ പൊളിക്കാതെ 1 സെന്റും 2 സെന്റും ഭൂമിയുള്ളവരും അമ്പലവും പള്ളിയും ബാങ്കും സ്ഥലം വിട്ടു നൽകിയപ്പോഴാണ് 2 കെട്ടിടങ്ങൾക്ക് മാത്രം MLAയും PWD വകുപ്പും ഇളവ് നൽകിയിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പരിപാടി KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ആരൊക്കെയാണ് ഈ വർക്ക് നടത്തേണ്ടത്? 51% കേന്ദ്ര ഗവൺമെന്റ്, 49% സംസ്ഥാന ഗവൺമെന്റ്. 49% സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന കാശ് ചെലവഴിച്ചാലേ കേന്ദ്ര ഗവൺമെന്റ് ബാക്കി തുക കൊടുക്കും. ഇത് വർക്ക് തുടങ്ങാൻ ഈ വർക്ക് ടെൻഡർ ചെയ്തു. ഈ വർക്ക് നടത്തുന്നത് ആരാണ്? കേരളയിലാണ് വർക്ക് നടത്തുന്നത്. കേരളയിൽ നമുക്കറിയാം, കുപ്രസിദ്ധമായ കേരളയിലാണ് വർക്ക് നടത്തുന്നത്. വർക്ക് നടത്താൻ അതിന് പ്രതിരോധമായി നിൽക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും, പല പ്രതിസന്ധികളും ഉണ്ടാവും, പല വെല്ലുവിളികളും ഉണ്ടാവും. അതൊക്കെ സാധാരണയാണ്. പ്രത്യേകിച്ചും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ ഉണ്ടാവേണ്ട കാര്യം വരുമ്പോൾ. പക്ഷേ നമുക്കറിയാം, അത്തരം പ്രശ്നങ്ങളുള്ള നിരവധി പ്രവർത്തികൾ, വികസന പദ്ധതികൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലത്തും. എന്തിനേറെ, മൈലാടി പാലത്തിന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ, മുട്ടിക്കടവ് പാലത്തിന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ, നിരവധി റോഡുകൾ വെട്ടാൻ, ഇതിനൊക്കെ വലിയ പ്രതിസന്ധികൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളൊക്കെ എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചത്? എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി മന്ത്രി തലത്തിൽ ഒരു യോഗം നടത്തി. ആ യോഗത്തിന് ഇവിടുത്തെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. അത് വർക്കിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് നിലമ്പൂരിന്റെ കഴിഞ്ഞ കാലത്ത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചത്. പക്ഷേ ഇവിടെ നടന്നു വരുന്നത് എന്താ? നമുക്കറിയാം, ഇതാരാണ് വർക്ക് ചെയ്യുന്നത്? കേരളയിലാണ്. കേരളയിൽ സബ് കൊടുത്തിരിക്കുന്നു. ആർക്കാ? സുരഭിക്ക് സബ് കൊടുത്തിരിക്കുന്നു. സുരഭി നേരത്തെ പാലോളി പറഞ്ഞതുപോലെ 70 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയി? എന്താ ഇവിടെ ചെയ്ത വർക്ക്? എന്താ? കുഴിയെടുത്തു,
കുഴിയെടുത്തപ്പോ സ്ഥിതി എന്താ? കുഴിയെടുത്ത മണ്ണ് കൊണ്ടുപോയി ഇതാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു. അതിന് 70 ലക്ഷം രൂപ എഴുതിയെടുത്തു. അതിന്റെ കമ്മീഷൻ പറ്റിയത് അന്വേഷിക്കണം. നമുക്ക് ഈ വർക്കിന് എന്തു സംഭവിച്ചു എന്നത് വളരെ കൃത്യമായ ഒരു വിജിലൻസ് അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. വി എ കരീം, എൻ എ കരീം, എ ഗോപിനാഥ്, അമീർ പൊറ്റമ്മൽ, ഷീബ പൂഴിക്കുത്ത്, എം കെ ബാലകൃഷ്ണൻ, ഷെറി ജോർജ്, ക്യാമ്പൽ രവി, തോണിയിൽ സുരേഷ്, ടി സുരേഷ് കുമാർ, സണ്ണി കുര്യൻ, ശിവദാസൻ ഉള്ളാട്, എൻ എം ബഷീർ, സി വേണുഗോപാൽ, സി സുരേഷ് കുമാർ, ആസിഫ് TMS തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.